സ്നേഹം കലഹത്തിനു വഴിമാറി. വിജയനിലെ സന്ദേഹി സ്വയം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവ ലോകത്തോട് ചോദിച്ചു. വിജയൻ എഴുതി: ആരാണ് കമ്മ്യൂണിസ്റ്റുകാർ? ശുദ്ധ മാർക്സിസത്തിന്റെ പ്രവാചകർ. അഫ്ഗാനിസ്ഥാനും ചെക്കോസ്ലോവാക്യയും ആക്രമിച്ച് കീഴടക്കിയ ബ്രഷ്നെവോ? ബീഥോവന്റെ സംഗീതവും ഷേക്സ്പിയറുടെ നാടകങ്ങളും നിഷിദ്ധങ്ങളെന്ന് വിധിച്ച ഒരണുവായുധ യുദ്ധം ആശാസ്യമെന്ന് ശഠിച്ച മാവോ സേതുങ്ങോ? മാവോവിന്റെ ചിന്തകളെ ഗ്രന്ഥശാലയുടെ തട്ടുകളിലേക്ക് തുരത്തി ഓടിച്ച ശേഷവും സോവിയറ്റ് യൂണിയനുമായി അന്തിമ സങ്കരത്തിന് മുതിരുന്ന ദെങ്ങും ഹൂവയുമോ? ചൈനീസ് ന്യൂനപക്ഷ ജനതയെ, പെണ്ണുങ്ങളെയും കുട്ടികളെയും മഹാസമുദ്രങ്ങളുടെ പിളർപ്പുകളിലേക്ക് നിഷ്കാസനം ചെയ്ത വിയറ്റ്നാം നേതാക്കളെയോ? അതോ സ്വന്തം നാട്ടിൽ പകുതിപ്പേരെയും തച്ചുകൊന്നൊടുക്കിയ പോൾ പോട്ടോ? ഇവരിൽ ആർക്കൊക്കെയാണ് തെറ്റുപറ്റിയത്? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും ബൂർഷ്വാ രാഷ്ട്രങ്ങളുടെ പാത പിന്തുടരുന്നത് കണ്ട് വിജയൻ വ്യസനിച്ചു. ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിന്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും അതിന്റെ കർമ്മപഥങ്ങൾ വ്യത്യസ്തമാണെന്നും വിജയൻ കരുതി. പ്രാദേശിക വിഷയങ്ങളെ അന്തർദേശീയ സാഹചര്യങ്ങളുമായും മറിച്ചും ബന്ധിക്കുന്നതിൽ ചിന്താപരമായ പാപ്പരത്തമാണുള്ളതെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അമേരിക്കയും റഷ്യയും രണ്ട് പ്രബല ശക്തികളായി നിന്നുകൊണ്ട് നടത്തുന്ന ചേരിപ്പോരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ തത്വദീക്ഷയില്ലാതെ റഷ്യയുടെ പക്ഷം പിടിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം എഴുതി. 1956 ഹംഗേറിയൻ ദേശീയ കലാപത്തെ അടിച്ചമർത്താനായി സോവിയറ്റ് യൂണിയൻ പട്ടാളത്തെ അയക്കുകയും തുടർന്ന് അന്നത്തെ ദേശീയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഹംഗേറിയൻ പ്രൈം മിനിസ്റ്ററായിരുന്ന ഇമ്രി നാജിനെ തൂക്കിക്കൊല്ലാനുള്ള തീരുമാനവും, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം അന്തർദേശീയ കമ്മ്യൂണിസത്തിന്റെ മൊത്തം പ്രവർത്തന രീതിയെക്കുറിച്ച് ഒരുതരം ആത്മവിശ്വാസം നടത്തുന്നതിന് പ്രേരിപ്പിച്ചുവെന്നും കമ്മ്യൂണിസവുമായിട്ടുള്ള തന്നെ മോഹഭംഗം അവിടെ നിന്ന് തുടങ്ങിയതാണെന്നും വിജയൻ പറഞ്ഞിട്ടുണ്ട്. മാർക്സിന്റെ മാനവികതയെ നന്നായി തിരിച്ചറിഞ്ഞ വിജയന്റെ വിമർശനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയുടേതായിരുന്നില്ല. സ്നേഹിച്ചുകൊണ്ടുള്ള കലഹങ്ങളായിരുന്നു അവയെല്ലാം. അത് നിഗ്രഹോത്സുകമായ സ്നേഹവ്യഗ്രതയുമായിരുന്നില്ല. അത് തിരിച്ചറിയാതെ തന്നെ വിമർശിക്കുന്നവരോടും വിജയൻ സൌമ്യമായ സ്വരത്തിൽ മറുപടി നൽകി. ചിലപ്പോൾ മൌനം കൊണ്ട് നേരിട്ടു, മറ്റു ചിലപ്പോൾ ഒരു ചെറുചിരി കൊണ്ടും. ഇടതുപക്ഷത്തിനോട് ചേർന്നാണല്ലോ ഏട്ടൻ എന്നും സഞ്ചരിച്ചിരുന്നത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്ത സമയത്തും അതിനോടുള്ള ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് നീ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക ഇടതുപക്ഷ സഹയാത്രിക പോലെ, അതായത് ആ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം, അവർക്കേ ഉള്ളൂ എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരാണ് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ വില്ലുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സ്വന്തം എന്ന ഫീലിംഗ് ഏട്ടന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് CPM-നെ കുറിച്ച് ഉണ്ടായിരുന്നു. തർക്കത്തിലൂടെയും ബുദ്ധിയിലൂടെയും പരിഹരിക്കാനാവാത്ത സമസ്യകളെ ചൊല്ലി നടത്തപ്പെടുന്ന നിഴൽ യുദ്ധങ്ങൾ അവസാനിച്ചെങ്കിൽ നന്നായിരുന്നു. കലാപകാരിയെ സംസ്കൃതചിത്തനാക്കി തീർക്കാൻ വിലാപകാരിയുടെ തുണ ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്റെ വിഭ്രാമകാവസ്ഥയെ സ്നേഹത്തോടെ, വിനയത്തോടെ സഹൃദയരിലേക്ക് സംക്രമിപ്പിക്കാൻ എന്നെ അനുവദിക്കുക. അത്തരം സംക്രമങ്ങളിലൂടെ അവരുടെ വിപ്ലവചൈതന്യം മുങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സന്ദേഹിയുടെ സ്നേഹസംവാദങ്ങളായിരുന്നു അവയെല്ലാമെന്ന് ഇന്നും നമുക്ക് തിരിഞ്ഞു കിട്ടിയോ ആവും. ആശയപരമായ സമ്മതികളായിരുന്നു വിജയനെ പാട്രിയറ്റിൽ എത്തിച്ചത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പോടുകൂടി രൂപപ്പെട്ട പ്രതിസന്ധികളിൽ പക്ഷം പിടിക്കാനാകാതെ വിജയന് പുറത്തു പോകേണ്ടി വന്നു. ഇത് വിജയന്റെ സർഗജീവിതത്തിൽ വഴിത്തിരിവായി. നാടിന്റെ ഓർമ്മകളിലേക്കും അനുഭവങ്ങളിലേക്കും വിജയൻ മടങ്ങി, ഇതിഹാസ സൃഷ്ടി പൂർത്തിയാക്കാൻ വേണ്ടി. പാട്രിയറ്റിലുള്ള എന്റെ ക്യാബിനിലിരുന്നുകൊണ്ട് എന്റെ വിപ്ലവമൗഢ്യത്തെയോർത്ത് വിഡ്ഢിച്ചിരി ചിരിച്ചു തീർത്ത ഞാനും കൂമൻകാവിലെ വിപ്ലവകാരിയായ നൈസാമലിയും ഉടപ്പിറപ്പുകളായിരുന്നു. മരുഭൂമിയിലെ ഈ പാതയ്ക്ക് ചൂടേറുന്നു, കൈകാലുകൾ തളരുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രകൃതി സത്വങ്ങളെ ഞാൻ എന്താണ് എന്നോട് തന്നെ കാണിച്ചത്?
ആത്മീയതയോടുള്ള കമ്മ്യൂണിസത്തിന്റെ വിരോധം പുനഃപരിശോധിക്കേണ്ടതാണെന്നും വിജയൻ അഭിപ്രായമുണ്ടായിരുന്നു. ജനനത്തിനു മുമ്പും മരണത്തിന് ശേഷവുമുള്ള അജ്ഞേയതയെ അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മടിക്കരുത്. ആത്മീയത എന്ന വാക്ക് അപ്രിയകരമെങ്കിൽ അതിനെ ആദിമ ഊർജം എന്ന് വിളിച്ചാൽ മതി. യൂറോപ്പിൽ ആത്മീയത രാഷ്ട്രീയത്തിൽ കാൽവെച്ചപ്പോഴാണ് പല സങ്കീർണ പ്രശ്നങ്ങളും ഉടലെടുത്തത്. അതവർ തിരുത്തി. അതുപോലെ കമ്മ്യൂണിസത്തിന് ആത്മീയതയിൽ കാൽ ചവിട്ടേണ്ട ആവശ്യമില്ലെന്ന് വിജയൻ പറഞ്ഞു. വിജയന്റെ ആദ്യകാല സാഹിത്യത്തിലാണ്, എഴുത്തുകളിലാണ്, പിന്നെ ഖസാക്കിന് മുമ്പും ഖസാക്കിന്റെ ആ ഒരു കാലത്തും വന്ന എഴുത്തുകളിലാണ് വിജയന്റെ ആ തരത്തിലുള്ള ഒരു ധീരത, പരിഹസിക്കാനും ആക്രമിക്കാനും ഒക്കെയുള്ള ഒരു ധീരത ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഒരു സുഹൃത്തെന്നുള്ള നിലയ്ക്കും ഒരു സഹ എഴുത്തുകാരെന്നുള്ള നിലയ്ക്കും എനിക്ക് വിജയനോട് യോജിക്കാൻ ഒട്ടും പറ്റാത്ത മേഖലകളാണ് വിജയന്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള കൃതികൾ. ആധ്യാത്മികമായ അന്വേഷണമാണ് വിജയന്റെ ഭീരുത്വത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതിൽ ആ മൌലികവാദത്തിൽ പ്രവാചകനായ എന്റെ ജ്യേഷ്ഠ സഹോദരനു വേണ്ടി ഞാൻ മണലാരണ്യങ്ങൾ സൃഷ്ടിക്കുന്നു. എന്റെ കണ്ണീരെടുത്ത് സ്വന്തം കണ്ണിലൂടെ ക്രിസ്തു കരയുന്നു. അകലത്തെവിടെയോ ഉള്ള പൈക്കിടാങ്ങൾക്കായി ഞാൻ എന്റെ ടേപ്പ് റെക്കോർഡറിൽ വേണുഗാനം സൂക്ഷിക്കുന്നു. ഇതാണ് എന്റെ ഹിന്ദുത്വം. ശാസ്ത്രത്തിന്റെ വലിയ കുതിപ്പുകളെ വിജയൻ സന്ദേഹത്തോടെയാണ് നോക്കിക്കണ്ടത്. മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന ഒരു ശാസ്ത്രനേട്ടത്തെയും അദ്ദേഹം വകവച്ചില്ല. ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തവും അതെത്ര പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുവോ അത്രയും പുതിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന് അദ്ദേഹം എഴുതി. പ്രത്യയശാസ്ത്രത്തെപ്പോലെ ശാസ്ത്രവും പുളിച്ചു നാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിജയൻ പറഞ്ഞു. വിജയനും ഞാനുമായിട്ടുള്ള ബന്ധം സുതാര്യവും സുദൃഢവുമായിരുന്നു. അതിനൊരു റൊമാന്റിക് പരിവേഷം ഉണ്ടായിരുന്നില്ല. 25 വർഷത്തോളം പഴക്കമുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഏറെ പരസ്പരം അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കത്തിലൂടെയും അതുപോലെ നേരിട്ടും സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളും തത്വചിന്തകളും സ്വകാര്യ ദുഃഖങ്ങളും ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. വിജയന് എല്ലാത്തിനോടും ഒരു തത്വദീക്ഷിതമായ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായും സത്യസന്ധമായും പ്രതികരിച്ചിട്ടുണ്ട് പല രാഷ്ട്രീയ അനീതികളോടും. അത് ആരുടെയും മുഖം നോക്കാറില്ലായിരുന്നു. ആരെയും പ്രീതിപ്പെടുത്താനും വേണ്ടിയുള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു ഹിന്ദു ഫാസിസ്റ്റായിട്ട് വരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് വിജയൻ വളരെയേറെ ദുഃഖിതനായിരുന്നു. സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കാനോ സ്വന്തം ആഗ്രഹത്തിനൊത്ത് ജീവിക്കാനോ വിജയനായില്ല. വിജയനെപ്പറ്റി ഓർക്കുമ്പോൾ എന്റെ സ്മരണയിൽ പ്രധാനമായിട്ടുള്ളത് എന്റെ കത്തുകൾക്ക് വിശദമായിട്ട് മറുപടി എഴുതുമ്പോഴും എന്നോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയപ്പോഴും എന്നെ സ്നേഹത്തോടെ പരിഗണിച്ചപ്പോഴും വിജയന്റെ ഔന്നിത്യം ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിജയൻ പിന്നെ എപ്പോഴും ഈ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി അടക്കമുള്ള ധാരാളം ആശങ്കകളും ഒരിക്കലും ഇൻസെക്യൂർ ആയിരുന്നു. ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളാണ് നിരന്തരമായിട്ട്. അതെപ്പോഴും പുള്ളിയെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഇങ്ങനെ ഞാനെപ്പോഴും പറയും വിജയനെ പോലെ ഒരു സന്തോഷിക്കാതെ ജീവിച്ചൊരു മനുഷ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ. സന്തോഷം പുള്ളിക്ക് ഒരിക്കലും വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഇവിടെ കിട്ടിയിട്ടുള്ളതല്ല. ജീവിതത്തിൽ സന്തോഷം കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യനാണ് വിജയൻ. പ്രവചന സ്വഭാവത്തോടെ എഴുതി. ഓരോ കടലേറ്റത്തിന്റെയും കെടുതിയുടെയും വാർത്ത വായിക്കുമ്പോഴത്രയും ഞാനതിനെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി കണ്ട് ഞടുങ്ങാറുണ്ട്. ഓരോ യുദ്ധവും വേദനകൾ മാത്രം കൊണ്ടുവരുന്നുവെന്ന് ആ മനുഷ്യസ്നേഹി അറിഞ്ഞു. ഭൂമുഖത്തുനിന്ന് മനുഷ്യനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാറകളും തരിശുകളും മാത്രം അവശേഷിപ്പിക്കുന്ന ഭീകരപ്രതിഭാസമായി യുദ്ധം മാറുമെന്ന് വിജയൻ ഭാവന ചെയ്തിരുന്നു. ഇവിടെയെല്ലാം അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന മാനവികതയുടെ സ്വരമാണ് നാം കേൾക്കുന്നത്. പാറകൾ എന്ന കഥയിൽ യുദ്ധമില്ലാത്ത അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ അന്തരീക്ഷം വിജയൻ കുറിച്ചുവച്ചിട്ടുണ്ട്.
ഇന്ത്യ ചൈന യുദ്ധ പശ്ചാത്തലത്തിലാണ് വിജയൻ പാറകൾ എന്ന കഥ എഴുതിയത്. മൃഗാംഗമോഹന്റെയും താൻവാന്റെയും ഉപാധികളില്ലാത്ത സ്നേഹവിനിമയത്തിലൂടെ അതിർത്തികളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, അണുപ്രസരമില്ലാത്ത ലോകത്തെ അവതരിപ്പിക്കുകയാണ് വിജയൻ. സ്നേഹവും കാരുണ്യവും ചുരന്നു പരക്കുന്ന വിശ്വമാനവികതയുടെ ലോകം. പ്രപഞ്ചത്തിന്റെ വിസ്തൃതിയിലും അജ്ഞേയതയിലും വിസ്മയം കൊണ്ട കുട്ടിയിൽ ഈ മാനവിക ബോധത്തിന്റെ വിത്തുകളുണ്ട്. ക്രമേണ അത് പ്രകൃതി സ്നേഹമായി, മനുഷ്യസ്നേഹമായി വളർന്നു പന്തലിച്ചു. അദ്ദേഹം പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവരാശികളെയും സ്നേഹിച്ചു. കാരുണ്യത്തോടെ നോക്കി. ഓരോ മനുഷ്യ സമ്പർക്കത്തിലും ഗുരു അന്തർലീനനാണ്. ഓരോ മൂകനും അവന്റെ കർണമന്ത്രം നമ്മിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് തിരോഭവിക്കുന്നു. മാനവിക ബോധത്തിന്റെ ശുദ്ധിയിൽ നിന്ന് കുളിർത്ത നീരുറവ പോലെ പ്രവഹിക്കുന്ന ഈ വാക്കുകളിൽ സ്നേഹം നിറയുന്നു, പ്രപഞ്ചം നിറയുന്നു. പ്രപഞ്ചത്തിന്റെ മനസ്സുപോലെ വിസ്തൃതമായിരുന്നു വിജയന്റെ മനസ്സ്. ആ കണ്ണുകൾ കാഴ്ചയ്ക്കപ്പുറമുള്ള കാഴ്ചകൾ കണ്ടു, ശ്രവണത്തിനപ്പുറമുള്ള ശബ്ദങ്ങൾ കേട്ടു, പ്രപഞ്ചവിസ്തൃതിയോളം പരക്കുന്ന സ്നേഹത്തിന്റെ സ്പർശമറിഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളുടെ തടങ്കലിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ലഭിക്കാത്ത ദർശന സൌഭാഗ്യം വിജയന്റെ സവിശേഷതയായിരുന്നു. ആ ദർശനത്തിൽ ജ്വലിച്ചു നിന്നത് മാനവികതയുടെ നറുദീപമായിരുന്നു. നോവൽ സാഹിത്യത്തിൽ നാഴികക്കല്ലായി മാറിയ ഖസാക്കിന്റെ ഇതിഹാസം മുതൽ ധർമ്മപുരാണം, ഗുരുസാഗരം, തലമുറകൾ തുടങ്ങിയ നോവലുകളിലൂടെയും, കടൽത്തീരത്ത് കാറ്റുപറഞ്ഞ കഥ, ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി തുടങ്ങിയ കഥാസമാഹാരങ്ങളിലൂടെയും, വർഗസമരം, സ്വത്തും, സന്ദേഹിയുടെ സംവാദം, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മ, അന്ധനും അകലങ്ങൾ കാണുന്നവനും എന്നീ ലേഖന സമാഹാരങ്ങളിലൂടെയും വിജയൻ തന്റെ വിചാരലോകത്തെ ആവിഷ്കരിച്ചു. ചരിത്രത്തോടും പ്രത്യയശാസ്ത്രത്തോടും കലഹിച്ചുകൊണ്ട് വിജയൻ നടത്തിയ ബൌദ്ധിക പ്രതിരോധങ്ങൾക്കകത്ത് കാരുണ്യം നിറഞ്ഞ മാനവിക ദർശനത്തിന്റെ മുഴക്കമാണ് നാം കേൾക്കുന്നത്. ഇന്ത്യയുടെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ വിജയന്റെ ചിന്തകളും സന്ദേഹങ്ങളും പ്രകോപനപരമായ ചോദ്യങ്ങളായി നിലകൊള്ളുന്നു. കർമ്മപരമ്പരകളിൽ വിശ്വസിച്ച വിജയന്റെ ഭൌതിക ശരീരം പ്രകൃതി ഏറ്റുവാങ്ങി നമസ്കരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ചിന്തകൾ മാനവികതയുടെ തുറന്ന പുസ്തകമായി നമുക്ക് മുന്നിലുണ്ട്. ഈ പരിണാമയുദ്ധത്തിൽ നാം എന്തു നേടി? ജനിതകധാരയുടെ നൈസർഗിക ജ്ഞാനങ്ങളെ കൈവിട്ട് ജന്മവാസനകളെ യന്ത്രോപകരണങ്ങൾക്കടിയറവെച്ച് നാം ഇന്നു കഴിയുന്നു. ജീവന്റെ മുക്തി ചിലന്തിയുടെ യുഗത്തിലാവട്ടെ മനുഷ്യയുഗത്തിലാവട്ടെ ദുഃഖസമസ്യയായി അവശേഷിക്കുന്നു. ഈശ്വര, ഒന്നും അറിയരുത്, ഉറങ്ങിയാൽ മതി. ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് തലചായ്ക്കുക. കാടായി, നിഴലായി, മണ്ണായി, ആകാശമായി വിശ്രമം കൊള്ളുക. അറിവിന്റെ കണ്ണുകൾ പതുക്കെ പൂട്ടി